എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. കളം കാവൽ. കളം കാവൽ എന്ന് പറയണോ കളങ്കാവൽ എന്ന് പറയണോ? ഭയങ്കര കൺഫ്യൂഷൻ. കളങ്കാവൽ എന്ന് മലയാളത്തിൽ പറയും, പക്ഷെ ഇംഗ്ലീഷിൽ ഇവർ കളം കാവൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഇവർ ഇതിന്റെ ക്യാപ്ഷൻ കൊടുത്തപ്പോൾ അല്ലെങ്കിൽ ഹാഷ്ടാഗിലൊക്കെ കളം കാവൽ എന്നാണ്. പക്ഷെ രണ്ട് വേർഡല്ല കേട്ടോ, ഒറ്റ വേർഡാണ്. പക്ഷെ അതിനകത്ത് ആ എം വന്നിട്ടുണ്ട്. എന്തായാലും ഇന്നലെ ഇതിന്റെ ഫസ്റ്റ് ലുക്കും പിന്നെ ടൈറ്റിൽ ലുക്കും വന്നു. അതിലൂടെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട് സംഭവം. ഇതിന്റെ മെയിൻ കാരണം ഒന്ന് മമ്മൂട്ടി എന്ന ആ ഒരു മുതലുണ്ടല്ലോ, ആളുടെ ആ മുഖം, ആളുടെ ആ ഭാവം, ആളെടുക്കുന്ന അല്ലെങ്കിൽ ആള് സെലക്ട് ചെയ്യുന്ന ഓരോ സ്ക്രിപ്റ്റിന്റെ വ്യത്യസ്തത, ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഈ സാധനം മമ്മൂക്കൻ്റെ ഒരു പോസ്റ്റർ വരാൻ വേണ്ടി ഇരിക്കുകയാണ് കത്താൻ. അത് ഏത് രീതിയിലാണ് കത്തിക്കാൻ ശ്രമിക്കുന്നതെന്ന് മാത്രമേ നമുക്ക് അറിയാത്തുള്ളൂ. അത് ഇന്നലെ വന്നപ്പോൾ തന്നെ മനസ്സിലായി കത്തും എന്നുള്ള കാര്യം 100% ഉറപ്പായിരുന്നു. കാരണം ആജാതി ഐറ്റം സാധനമായിരുന്നു. ലുക്ക് കൊണ്ട് കത്തിച്ചു. അതായത് ഒരു കൂടിയ വിഷമുള്ള ജാതി എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ. അതാണ് ഇത് ശരിക്കും ഇങ്ങനെ പുറത്തു വിട്ടത് നന്നായിട്ടോ. സാധാരണ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു മൈൻഡുള്ള ആളാണ് മമ്മൂക്ക. ശരിക്കും ഇത് പുറത്തു വിട്ട് നന്നായി. ഇതൊന്നും ശരിക്കും തിയേറ്ററിൽ കാണേണ്ടതല്ല. അതിന് മുമ്പ് തന്നെ ഈ രീതിയിലുള്ള പെർഫോമൻസ് ഉണ്ടാകും എന്ന് പ്രൊജക്റ്റ് ചെയ്ത് അതിനുവേണ്ടി ജനങ്ങളെ തിയേറ്ററിലേക്ക് വരാനായിട്ടുള്ള പ്രേരണ കൊടുക്കണം. അറിഞ്ഞിട്ട് വേണം ചെല്ല, അല്ലാതെ ഇത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ സിനിമ കണ്ടു കഴിയുമ്പോൾ അപ്പോഴാണ് അതിന്റെ ഒരു എഫക്റ്റ് കിട്ടുക. അതുകൊണ്ട് അവിടെ ആള് തടിച്ചു കയറുന്നൊരു സംഭവം ഉണ്ടാവൂല. ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെന്ന് പറയുമ്പോൾ ഭ്രമയുഗം നെഗറ്റീവ് ഷെയ്ഡാണെന്ന് നമുക്ക് അറിയുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അത്രയ്ക്കും അവർ കൊടുത്തിട്ടുണ്ടായിരുന്ന സംഭവങ്ങൾ നമുക്കറിയാം. ആ ചിരിയും അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇതിന്റെ പെർഫോമൻസ് കാണണമെന്ന് കരുതിയിട്ട് തന്നെയാണ് ആൾക്കാർ കയറിയിട്ടുള്ളത്. ഇതും അതേപോലെ തോന്നും സത്യമായിട്ടും. അതായത് ഈ രീതിയിലുള്ള ഡെവിലിഷ് ആയിട്ടുള്ള ഭയങ്കരമുള്ള കൊടൂര വില്ലൻ ആളുടെ പെർഫോമൻസ് കാണാനായിട്ട് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു ആ ഒറ്റ പോസ്റ്റർ കൊണ്ട്. അതാണ് എന്തായാലും കളങ്കാവൽ എന്നുള്ള ആ ഒരു ടൈറ്റിൽ അതും ഭയങ്കരമായിട്ടുള്ള ഈ കത്തലിന് ഒരു പ്രധാന ഇന്ധനമായി മാറിയിട്ടുണ്ട്. കാരണം ഒരു കൗതുകമുള്ള പേരാണ്. എന്താണ് കളങ്കാവൽ? അതെ, ഇതൊക്കെ പറഞ്ഞതിന്റെ മുന്നേ ഒരു കാര്യം വേണം. ഇന്നലെ ഇവർ എന്തൊക്കെയാ കാണിച്ചതെന്ന് അവർക്ക് തന്നെ അറിയത്തില്ലായിരുന്നു. ആദ്യം വിനായകന്റെ പോസ്റ്റർ ഇറക്കി, അതെ, 2 സെക്കൻഡ് പോലും നിന്നിട്ടില്ല. അപ്പോഴേക്കും ഡിലീറ്റ് ചെയ്തു. അടുത്ത സാധനം പിന്നെ വരുന്നു. 2 സെക്കൻഡ് നിന്ന്. അതുകൊണ്ട് ആ ടൈം കൊണ്ട് തന്നെ ഗ്രൂപ്പ് ഫുൾ സാധനം എത്തിയിട്ടുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ഒരു സാധനം വന്നിട്ടുണ്ട്. അടുത്തത് പക്ഷെ ഫസ്റ്റത്തെ അവരെ ആ ഫസ്റ്റ് ലുക്കാ ഇടുന്നെങ്കിൽ പോലും അവര് കാണിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിന് നമ്മൾ അപ്പൊ തന്നെ അപ്രിഷിയേറ്റ് ചെയ്തിട്ട് തന്നെയാണ് സംഭവം. അതായത് മമ്മൂക്ക പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയില് വിനായകന്റെ ഫസ്റ്റ് ലുക്ക് വരിക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതും ഒരു ഞെട്ടൽ തന്നെയായിരുന്നു. രണ്ടാമത് വന്നപ്പോൾ കുറച്ചും കൂടി കൂടുതൽ ഞെട്ടാൻ പറ്റി എന്നുള്ളതാണ് അതിന് സത്യം. എന്താണെങ്കിലും പറയാൻ വന്നതാണ് കളങ്കാവൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. കളം കാവൽ നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇതുവരെ കരുതിക്കൊണ്ടിരുന്നത്. അതായത് ഇതിന്റെ പേര് അറിഞ്ഞത് മുതൽ അങ്ങനെയാണെന്നാണ് നമ്മുടെ വിശ്വാസം. അത് തെറ്റി. അങ്ങനെയല്ല, അങ്ങനെ ആവാം, പക്ഷെ മറ്റൊരു അർത്ഥം കൂടിയും ഇതിനുണ്ട്. അർത്ഥമുള്ള സംഭവമാണ് അല്ലേ? ഇതൊരു ആചാരമാണ്. ശരിക്കും തിരുവനന്തപുരം സൈഡിലൊക്കെ നടക്കുന്ന ഒരു സംഭവമാണെന്നാണ് പറഞ്ഞത്. നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരാൾ അയച്ചു തന്ന സംഭവമുണ്ട്. എന്താന്ന് വായിക്കാട്ടോ. കളങ്കാവൽ കേരളത്തിലെ ചില ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഒരു പ്രത്യേക ചടങ്ങാണ്. അറിവ് പ്രകാരം തിരുവനന്തപുരം ജില്ലയിലാണ് ഇത് നടക്കുക. ഈ ചടങ്ങ് പ്രധാനമായും ഒരു ദേവീ ആചാരമാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയാണി ദേവീ ക്ഷേത്രത്തിലെ കാളിയൂട്ട് ഉത്സവത്തിലാണ് കളങ്കാവൽ പ്രധാനമായി നടക്കുക. ഈ ചടങ്ങിൽ ദേവി ദാരികൻ എന്ന അസുരനെ തേടി 4 ദിക്കുകളിലേക്കും യാത്ര ചെയ്യുന്നു. ഈ സമയത്ത് ദേവി ഭക്തരുടെ വീടുകളിൽ സന്ദർശിച്ച് പ്രത്യേക പൂജകൾ നടത്തുന്നു. അവരോട് വിശേഷങ്ങൾ തിരിച്ചറിയുന്നു. ദാരികനെ അന്വേഷിക്കുന്നു. ഈ സമയത്ത് ഓരോ വീട്ടിലും ഏകദേശം 20 മിനിറ്റോളം ദേവിയുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നു എന്ന് പറയപ്പെടുന്നു. ഭക്തർ വീടുകൾ വൃത്തിയാക്കി പെയിന്റ് ചെയ്ത് അലങ്കാരങ്ങളൊക്കെ ഒരുക്കി ദേവിയെ സ്വീകരിക്കുന്നു. കൂടാതെ സദ്യയും മറ്റ് ആഘോഷങ്ങളും ഒരുക്കുന്നു. ഈ ചടങ്ങ് 3 വർഷത്തിലൊരിക്കൽ വെള്ളയാണി അമ്പലത്തിൽ നടക്കുന്ന കാളിയൂട്ടിന്റെ ഭാഗമായി നടക്കുന്നതാണ്. എന്നതിനാൽ നാടും നാട്ടുകാരും ഈ ചടങ്ങ് കാണാൻ കാത്തിരിക്കും. കാളിയും ദേവിയും ഭേദമില്ലാത്ത പരമശക്തിയുടെ വ്യത്യസ്ത സ്വഭാവങ്ങളാണ്.
നമ്മൾ കാന്താര എന്ന ചിത്രത്തിൽ കണ്ടതുപോലെ ഒരേ രൂപത്തിന്റെ 2 ഭാവങ്ങൾ മാത്രമാണ് കാളിയും ദേവിയും. നന്മയ്ക്ക് വേണ്ടിയാണ് 2 ഭാവങ്ങളും നിലകൊള്ളുന്നത്. കാളി ക്രോധവും സംഹാര ശക്തിയും പ്രതിനിധീകരിക്കുമ്പോൾ ദേവി കാരുണ്യത്തിന്റെയും സംരക്ഷണത്തിന്റെയും പ്രതീകമാണ്. തൻ്റെ കർമ്മത്തിനനുസരിച്ച് അവൾ കാളിയാവുകയും ദേവിയാവുകയും ചെയ്യുന്നു. പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നു. കാളിയൂട്ടും കളങ്കാവലും എന്ന് ജനങ്ങൾ കരുതുന്നു. ഹിന്ദു പുരാണങ്ങളിൽ പറയുന്ന ആളുകളെ ദ്രോഹിക്കുന്ന ദാരികൻ എന്ന അസുരനും ആ അസുരനെ വധിക്കുന്ന ഭദ്രകാളിയുമായാണ് ഈ ചടങ്ങിന് പിന്നിലുള്ള ഐതിഹ്യം. ഓക്കെ ഓക്കെ ശരിക്കും ഇതിങ്ങനെ വായിച്ചപ്പോഴേ ഇതുവരെ ഇട്ട പേരാണെങ്കിൽ ശരിക്കും ഒരു അടിപൊളി പരിപാടി, അതായത് പ്രൊമോഷൻ സ്ട്രാറ്റജി ഇവർക്ക് കൊണ്ടുവരാനും. അതായത് നമ്മളൊക്കെ കാത്തിരിക്കുന്നു, ഭക്തജനങ്ങൾ വളരെ ഇൻട്രസ്റ്റിങ്ങോടെ വളരെ സന്തോഷത്തോടെ നമ്മൾ കാത്തിരിക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്, അത് 20 മിനിറ്റാണ് ദേവി ഉണ്ടാവുക. ഇതിൽ ദേവി നമ്മുടെ വിനായകനാണ്, അതായത് നായകൻ. ഇതിൽ അസുരവേഷം, അതായത് ദാരികനായിട്ട് നമ്മുടെ മമ്മൂക്ക. അപ്പോൾ ആദ്യം ദേവി പ്രത്യക്ഷപ്പെടുന്നു. 20 മിനിറ്റ് ഇവർക്ക് ഇതിവിടെ നിർത്തായിരുന്നു. ഏത് നമ്മുടെ വിനായകന്റെ ക്യാരക്ടർ ഫസ്റ്റ് ലുക്ക്. 20ാമത്തെ മിനിറ്റിൽ ഇത് അപ്രത്യക്ഷമാണ്, ദാരികൻ വരുന്നു. പിന്നെ അടുത്തത് ഇവര് പുറത്തു വിടണം ദാരികന്റെ പോസ്റ്റർ. സംഭവം കൊള്ളാം, അടിപൊളി പരിപാടിയായിരുന്നു. ഏകദേശം 20 മിനിറ്റിലൊക്കെ തന്നെ അത് രണ്ടാമത്തെ വന്നിട്ടുള്ളത്. 16 17 വന്നേക്കുന്നത്. ഇനി അങ്ങനെ എങ്ങാനാണോ 6-17 അങ്ങനെ എത്ര ടൈമിലാണ് ഈ സാധനം വന്നിട്ടുള്ളത്? അതെ, അതായത് ഞങ്ങള് ഫസ്റ്റ് ലുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് വെയിറ്റ് ചെയ്തിട്ടാണ് ഇത് കണ്ടിട്ടുള്ളത്. അതെ, അതാ പറഞ്ഞത്, അതിന് മുൻപേ കണ്ടിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെങ്കിൽ അവര് അത് ചിന്തിച്ചിട്ടുണ്ടാവുമോ നമുക്കറിയാം. ഇനി വേറൊരു കാര്യം, അവരാ പേരിട്ടു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു കഥയായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഐതിഹ്യമായിട്ടോ ഒരു ബന്ധം ഉണ്ടോന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. പേര് അങ്ങനെ ഒരു സംഭവം ഇട്ടു, തിരുവനന്തപുരം ഒരു സൈഡിലേക്കുള്ള സാധനമൊക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു സംഭവം ഇട്ടു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ചെറിയൊരു റെഫറൻസ് ഉണ്ട്, അതായത് അസുര ജന്മാണ് ആര് ഇതില് മമ്മൂക്ക ചെയ്യുന്ന കഥാപാത്രം. ആള് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള, ഒരുപാട് ആൾക്കാരെ കൊല്ലുന്ന സീരിയൽ കില്ലറാണ്. ഭയങ്കര എന്താ പറയാ, മോഹിപ്പിച്ച് കൊല്ലാന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു ക്രൂരനായിട്ടുള്ള ഒരാള്. അതെ, അതിനായിട്ട് ഇറങ്ങുന്ന നമ്മുടെ ദേവിയായിട്ട് തന്നെ നമ്മുടെ വിനായകന്റെ ക്യാരക്ടർ എടുക്കാം. ആളാണ് അതിൽ നായകൻ, ആളാണ് അന്വേഷിക്കുന്നതും കണ്ടെത്തുന്നതും ഒക്കെ. എന്താണെങ്കിലും ഇനിയുള്ളതൊക്കെ പടം വന്നിട്ട് മനസ്സിലാക്കാവുന്നുള്ളൂ. അതെ, സംഭവം നമ്മൾക്ക് ഇതിന്റെ ചില കാര്യങ്ങൾ അറിയുന്നത് വെച്ചിട്ടാണ് ഈ പറഞ്ഞത് കേട്ടോ. ഈ ഒരു സ്റ്റോറി ആണെങ്കിൽ, അതായത് നമ്മുടെ സൈനൈഡ് മോഹന്റെ ക്യാരക്ടർ അതാണ് മമ്മൂക്ക ചെയ്യുന്നത്. അപ്പോൾ അന്വേഷിച്ചിറങ്ങുന്ന ഒരു പോലീസുകാരനായിട്ട് വിനായകന്റെ ക്യാരക്ടർ. പിന്നെ ഈ സൈനൈഡ് മോഹൻ ഒരു മലയാളിയല്ല. അപ്പോൾ എന്തായാലും ഒരു മലയാളി ഇതിലുള്ള ഒരു ക്യാരക്ടർ ആവുമോ? ഒരിക്കലും അല്ല. മേ ബി ഇങ്ങോട്ട് എന്താ പറിച്ചു നട്ടിട്ടുണ്ടാവാ അല്ലേ, ചെറിയ ഒരു തമിഴ് കലർന്ന മലയാളമൊക്കെ ഇല്ലേ, അതൊക്കെ ആയിരിക്കണം. അല്ലെങ്കിൽ ഒരിക്കലും ഇതിന്റെ ടൈറ്റിൽ ഈ തമിഴ് രീതിയിൽ ഡിസൈൻ ചെയ്ത് വരില്ല. ഇപ്പം നമ്മള് മറ്റേ നൻപകലിലൊക്കെ കേട്ടില്ലേ, തമിഴ് കൂടിയ അല്ലെങ്കിൽ മലയാളം കലർന്ന തമിഴ്, ആ ഒരു സാധനമായിരിക്കും മമ്മൂക്ക യൂസ് ചെയ്യാൻ പോണത് തോന്നുന്നു. എന്താണെങ്കിലും ഇപ്പൊ എന്തൊക്കെ പറയാം, വേറെ കൂടുതലൊന്നും പറയാനില്ല. 2024 ഒരു നെഗറ്റീവ് റോളും കൊണ്ടൊന്ന് പ്രമേയവും കൊണ്ടൊന്ന് ഞെട്ടിച്ചു. ഇപ്പൊ അത് അവിടെ പഠന വിഷയമാക്കിയിരിക്കുകയാണ്. ഇപ്പൊ ഈ 2025 ഒരു റോള് കൊണ്ട് വരുന്നുണ്ട്. ഇതിനി ഇപ്പുറത്തെ സൈഡിലായിരിക്കും പഠന വിഷയമാകാൻ പോകുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പൊ ബ്രഹ്മയുഗത്തിൽ നമ്മൾ ഭയങ്കരമായിട്ടുള്ള വില്ലനിസം കണ്ടു. അത് വേറൊരു തലം ആണ് അതിന്റെ കണ്ടത്, അത് വില്ലനിസത്തിന്റെ വേറൊരു തലം. എന്നാൽ അങ്ങനെയല്ല, അതെ സാധാരണ മനുഷ്യൻ എന്നുള്ള രീതിയിൽ സാധാരണ ഒരു മനുഷ്യൻ എന്തൊക്കെ ലെവലിലേക്ക് മാറും, അതിൽ ഡെവിളിഷ് ക്യാരക്ടറൊക്കെ ആയിക്കഴിഞ്ഞാൽ എത്രത്തോളം നെഗറ്റീവായിട്ട് മാറും, അത് നമുക്ക് ശരിക്കും കാണിച്ചു തരും. അത് ഉറപ്പാണ്. എന്താണെങ്കിലും കാത്തിരിക്കാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.